ജില്ലാ ആസ്ഥാനങ്ങളിലും SP ഓഫീസിലേക്ക് SFI പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വശത്ത് കാണുന്നത് തൃശ്ശൂർ SP ഓഫീസിലേക്കുള്ള SFI പ്രവർത്തകരുടെ മാർച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് നേരത്തെ കണ്ടതെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നൂറുകണക്കിന് SFI പ്രവർത്തകർ ഈ മാർച്ചിൽ അണിനിരക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തൃശ്ശൂരിലെ SP ഓഫീസിലേക്കാണ് SFI പ്രവർത്തകരുടെ മാർച്ച്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം SFI പ്രവർത്തകർ നടത്തുന്നു. പോലീസ് ഇതുവരെ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇന്നലെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് SFI എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കടന്നിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ വിജയാഹ്ലാദ പ്രകടനത്തിന് പിന്നാലെയാണ് തലസ്ഥാനത്തെ തെരുവുയുദ്ധം കലാപഭൂമിയാക്കിക്കൊണ്ട് ഇന്നലെ വലിയ അക്രമ സംഭവങ്ങൾ, വലിയ സംഘർഷം നടന്നത്. പാളയത്തെത്തുമ്പോൾ KSU പ്രവർത്തകരുമായി SFI പ്രവർത്തകർ ഏറ്റുമുട്ടുകയും അവിടെ പോലീസ് നടപടിയൊക്കെ ഉണ്ടാവുകയും നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് SFI സംസ്ഥാനത്തുടനീളം SP ഓഫീസിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തത്. പലയിടങ്ങളിലും തൃശ്ശൂരിലും പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ. അതിൻ്റെ തത്സമയ ദൃശ്യം. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, സംഘർഷത്തിലേക്ക് പോകുന്നുണ്ടോ? ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസ് സമരക്കാർ പിന്മാറാൻ തയ്യാറാണോ? എന്താണ് നടക്കുന്നത്? സൈഫു, കേരള സർവകലാശാല വിഷയത്തിൽ SFIയുടെ പ്രതിഷേധം ഇരമ്പുകയാണ്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും കമ്മീഷണർ ഓഫീസിലേക്കാണ് SFI പ്രവർത്തകർ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി എത്തിയത്. ഇവിടെ പോലീസുകാർ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുന്നതിന് മുമ്പ്
പോലീസ് ഇവരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പോലീസ് ആദ്യവട്ട ജലപീരങ്കി പ്രയോഗിച്ച് നിർത്തിയതാണ്. എന്നാൽ വീണ്ടും പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുകയാണ്. ഇവർ പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളത് വ്യക്തമാണ്. ആദ്യം ശക്തമായ രീതിയിൽ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിരുന്നു. പക്ഷേ അത് നിർത്തിയതിന് ശേഷവും പ്രവർത്തകർ വളരെ ശക്തമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഉറപ്പാണ്. പല ഭാഗങ്ങളിലേക്കായി ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് റൂട്ട് കൂടിയാണ്. ശക്തി സ്റ്റാൻഡിലേക്കും KSRTC സ്റ്റാൻഡിലേക്കും റൗണ്ടിൽ നിന്നും പോകുന്ന സ്ഥലം. അവിടെ പ്രതിഷേധം ഒന്നോടുകൂടി പോലീസ് അടച്ചു കെട്ടിയിരിക്കുകയാണ്. നാട്ടുകാരും പല ഭാഗത്തുകൂടെ മാറിയാണ് പോകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇരമ്പുന്നത് ഇവിടെ കാണാം. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് തുടരുകയാണ്. സൈഫ്, യെസ്, പോലീസിൻ്റെ ജലപീരങ്കി പ്രയോഗം അവിടെ തുടരുകയാണ്. പക്ഷേ സമരക്കാർ പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിജയാഹ്ലാദത്തെ ചൊല്ലി KSUSFI പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. അതിൽ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് SFIയുടെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലെ SP ഓഫീസ് മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മലപ്പുറത്തും സംഘർഷത്തിലേക്ക്, അക്രമാസക്തമാകുന്ന അവസ്ഥയിലേക്ക് മാർച്ച് പോയിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തൃശ്ശൂരിലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. SFI പ്രവർത്തകരുടെ SP ഓഫീസ് മാർച്ച് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.